ഇപ്പോൾ പുതിയ ഫിലിം മേക്കേഴ്സിന് അവസരങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെയാണോ? ഇപ്പം ഇല്ല. ഇപ്പം പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ടെക്നിക്കൽ നോ ഹൗ തീരെ ഇല്ലാത്ത ആളുകളാണ് സിനിമയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുറേ പടം കണ്ടിട്ട് ഒരു സാമ്പാർ കഥ ഉണ്ടാക്കുക, എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് ഒരു കഥ ഉണ്ടാക്കുക. കഥ അവർക്ക് ഭയങ്കര, ചിലർ നല്ല രസമായിട്ട് കൺവിൻസ് ചെയ്ത് കഥ പറയും. പക്ഷെ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ള ധാരണ ഇപ്പോൾ ഉള്ള ഫിലിം മേക്കേഴ്സിന് വളരെ കുറവാണ്. നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുത്ത് കൂട്ടുക, അവസാനം എഡിറ്റിംഗ് ടേബിളിലേക്കൊരു 4-5 മണിക്കൂറുള്ള ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് എഡിറ്റർ വേണം ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്യാം എന്ന ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ ഒരു മോശം അനുഭവം മറ്റൊരു സ്ത്രീക്ക് വരരുതെന്നുള്ളത് കൊണ്ടാണ് റിയാക്ട് ചെയ്തത്. നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരുടെ സാലറി ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം നായകൻ വാങ്ങുന്ന അത്രയും തന്നെ നായിക വാങ്ങണമെങ്കിൽ നായിക അതിനുള്ള രീതിയിലുള്ള മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സിനിമ പ്രാന്തൻ. CPX ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് പ്രൊഡ്യൂസർ ആക്ടർ സാൻഡ്ര തോമസ് ആണ്. സാൻഡ്ര മാം, വെൽക്കം ടു CPX ടോക്ക്. താങ്ക് യു. ഇപ്പം ആദ്യം തന്നെ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ സിനിമ ഇല്ല, ആ സിനിമ കഴിഞ്ഞു. അപ്പോൾ ഇനി വരണം, അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോട്ട് പലർക്കുമുള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പം സിനിമ ആഗ്രഹിച്ച് വരുന്ന സിനിമ, ഇവിടുത്തെ തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് അപ്പം മാമിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതൊക്കെ? മെയിൽ ത്രൂ ആണോ, അപ്പോയിൻമെൻ്റ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ? മെയിൽ ത്രൂവും ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നോക്കൽ പോസിബിൾ അല്ല. അപ്പം പലപ്പോഴും ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ എല്ലാം നോക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം ഈ 1 ലൈൻ അല്ലെങ്കിൽ ലോഗ് ലൈൻ ഒക്കെ അയച്ചേക്കുന്ന ആൾക്കാരുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഞാൻ ഓക്കെ സിനോപ്സിസ് അയക്കൂ എന്ന് പറയും. നീട്ടി വലിച്ച് കഥയൊക്കെ ഫുൾ സ്ക്രിപ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അയച്ചു തരും. അതൊക്കെ നോക്കാനും നിൽക്കില്ല, എനിക്ക് പാടാണ് അത്ര ഇരുന്ന് വായിക്കാന്നൊക്കെ പറയുന്നത്. അപ്പം ലോഗ് ലൈൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സിനോപ്സിസ്, അല്ലെങ്കിൽ സിനോപ്സിസ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാണും. പിന്നെ മെയിലും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, പക്ഷേ കൂടുതലും ഇപ്പം റെക്കമെൻഡേഷനിൽ വരുന്നതാണ് നോക്കാറ്, ഇരുന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കാറ്. കാര്യം അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ആവശ്യത്തിന് പ്രോജക്ട്സ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ പ്രോജക്റ്റ് നോക്കുന്നത് ഇങ്ങനെ വരുന്ന റെക്കമെൻഡേഷൻസ് വഴി വരുന്ന പ്രോജക്റ്റുകളാണ് പിന്നെ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ എല്ലാ കഥയും ഇരുന്ന് കേൾക്കാനായിട്ടുള്ള സമയവുമില്ല, പേഷ്യൻസും ഇല്ല. എങ്ങനെയാണ് ഒരു കഥ ചൂസ് ചെയ്യുന്നത്? ഇപ്പം പലരും പുതിയ ഫിലിം മേക്കേഴ്സിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നല്ല, അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ പുതിയ ഫിലിം മേക്കേഴ്സിന് അവസരങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെയാണോ? ഇപ്പം ഇല്ല. ഇപ്പം അത് അങ്ങനെ ആയിരുന്നു ഞാൻ ഇത്രയും നാളും. ഇപ്പം പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ടെക്നിക്കൽ നോ ഹൗ തീരെ ഇല്ലാത്ത ആളുകളാണ് സിനിമയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം പണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നതും പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ്. എൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ള സിനിമകളാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അന്നുണ്ടായിരുന്ന പോലത്തെ ആളുകളല്ല ഇന്ന് സിനിമ ചെയ്യുന്നത്. അന്ന് അത്യാവശ്യം അവർക്ക് സിനിമയെക്കുറിച്ച് അറിയാം, അതിൻ്റെ ടെക്നിക്കൽ നോഹൗ ഉള്ള ടെക്നീഷ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്ന കുറേ പടങ്ങൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം, കുറേ ഇൻ്റർനാഷണൽ സിനിമകൾ ആക്സസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടുന്ന് ഇവിടുന്നും എല്ലാം കുറേ പടം കണ്ടിട്ട് ഒരു സാമ്പാർ കഥ ഉണ്ടാക്കുക, എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ട് ഒരു കഥ ഉണ്ടാക്കുക. കഥ അവർക്ക് ഭയങ്കര, ചിലർ നല്ല രസമായിട്ട് കൺവിൻസ് ചെയ്ത് കഥ പറയും. പക്ഷേ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ള ധാരണ ഇപ്പോൾ ഉള്ള ഫിലിം മേക്കേഴ്സിന് വളരെ കുറവാണ്. ഇപ്പം ബേസിക്കലി ഇപ്പം പലയിടത്തും നടക്കുന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പടങ്ങളിലാണെങ്കിലും ഒക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുത്ത് കൂട്ടുക,
അവസാനം എഡിറ്റിംഗ് ടേബിളിലേക്ക് ഒരു 4.5 മണിക്കൂറുള്ള ഒരു കണ്ടന്റ് കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് എഡിറ്റർ വേണം ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്താ, അവസാനം ഇത് 2 മണിക്കൂറായിട്ട് ചുരുങ്ങി കഴിയുമ്പോൾ ഇതിന് തുമ്പും പാലും ഇല്ലാണ്ടാവും, ഫ്ലോ ഇല്ലാണ്ടാവും സിനിമയ്ക്ക്. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇനി സ്ക്രിപ്റ്റിൽ നിന്നൊക്കെ പോയി അവർക്ക് കഥയുണ്ടാവും, പക്ഷേ കഥ എങ്ങനെ ഒരു സീൻ എങ്ങനെ എടുക്കണം, അതിൻ്റെ ഷോർട്ട് ഡിവിഷൻ എന്താ എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പോൾ ഒരുപാട് പടങ്ങളിലായി അങ്ങനെ നടക്കുന്നു, 1-2 പടങ്ങളല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സിനിമകളിൽ വരെ ഇത് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഹോൾഡിലാണ്. പുതിയ ആൾക്കാരെ വെച്ച് സിനിമകൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് തന്നെ ഇനി മുന്നോട്ട് പോകാന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം തന്നെ ഈ പുതിയ ഫിലിം മേക്കേഴ്സ് വന്ന്, ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് റിലീസ് ചെയ്യാറും ഒരു പുതിയ ഡയറക്ടർ വന്നു, അപ്പം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാക്കി, ടെക്നിക്കൽ വൈസ് നോക്കിയാലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം ടോപ്പിൽ നിൽക്കുന്ന ഒരു ക്ലാസ് സിനിമയായിരുന്നു ചെയ്യാറ്. അങ്ങനെയുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സും ഇവിടെ നിൽക്കാറില്ല ഇപ്പോഴും ഉണ്ട്. അതെന്ന് വെച്ച് നമുക്കിപ്പം 1 കിലോ അരി കിട്ടി അതിൽ നിന്ന് കറക്റ്റായിട്ട് 1 മണി എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റും? അത് നമുക്കിത് 1-2 ഒക്കെ ചൂസ് ചെയ്തെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അടുത്തേക്ക് വരണമല്ലോ അങ്ങനെയുള്ള ആളുകൾ. നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണയൊക്കെ കിട്ടും, ഇവർക്ക് എത്രത്തോളം ഈ പ്രോജക്റ്റ് അവർ കൺസീവ് ചെയ്തിട്ടുണ്ട്, അവരെങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ എന്നാലും ഇപ്പം ഉള്ളവരിൽ കുറേ പേരിലും ഈ പ്രശ്നമുണ്ട്. ഇപ്പം ഏറെ പോലും ഒരുപാട് സമയം എടുത്തിട്ടാണ് അത് തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ളത്. കാര്യം പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പണ്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് വരിക. ഇന്ന് അങ്ങനെയല്ല, അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയില്ല. നേരെ ഒരു കഥ പറയുക, പ്രൊഡ്യൂസറുടെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് വാങ്ങിക്കുക, ഒരു പ്രൊഡ്യൂസറെ ആക്കുക, ഉടനെ സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാനുണ്ടായിരുന്ന, ഇപ്പം മാമാണ് ആദ്യം റിയാക്ട് ചെയ്തത്, അതിനുശേഷമാണ് അസോസിയേഷനിൽ നിന്നുള്ളൊരു വന്നിട്ടില്ലല്ലോ. അസോസിയേഷൻ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയല്ലേ, അവർ മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്യാം എന്ന ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു അമ്മയാണ്, ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ ഒരു മോശം അനുഭവം മറ്റൊരു സ്ത്രീക്ക് വരരുതെന്നുള്ളത് കൊണ്ടാണ് റിയാക്ട് ചെയ്തത്. എന്നിട്ട് പോലും അവർ ഇത് ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്നുള്ള മട്ടിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക എന്നുള്ള കാര്യം. വേറെയും മറ്റ് സ്ത്രീ പ്രൊഡ്യൂസേഴ്സും എല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തു, പല കാര്യങ്ങളിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒന്നിനും റിയാക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ് ഈ സെക്ഷൽ അബ്യൂസും കാസ്റ്റിംഗ് കൗച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ചർച്ച ചെയ്യും. പക്ഷേ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വേജസിൻ്റെ കാര്യങ്ങൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ബാത്റൂം ഫെസിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൺലൈൻ മീഡിയസിൽ അല്ലെങ്കിൽ ന്യൂസ് പോർട്ടലിലാണെങ്കിലും ചർച്ച ചെയ്യപ്പെടാതെ അതിൻ്റെ ഒരു കുറവാണ് അതിൻ്റെ ചർച്ച. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതൊക്കെ? അല്ല, നമ്മൾ അതിനു വേണ്ടി സജഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക്. അതായത് ഈ ടോയ്ലറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളത്, കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ, അതേപോലെ തന്നെ ഒരു 8 മണിക്ക് ശേഷം പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിലാക്കി കൊടുക്കാൻ പ്രൊഡക്ഷൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. അപ്പം അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ, കാര്യം അവരും ആർട്ടിസ്റ്റാണ്, അവരും മനുഷ്യരാണ്, അവരും സ്ത്രീകളാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് ലേറ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. പലപ്പോഴും എനിക്കറിയാൻ പറ്റിയത് ഈ കോർഡിനേറ്റേഴ്സ് പൈസ എടുക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ശമ്പളം കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഓവർ ടൈം വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പ്രൊഡ്യൂസേഴ്സായിട്ട് നിൽക്കുമ്പോൾ നമ്മളിത് പല കാര്യങ്ങളും നമ്മൾ അറിയില്ല. ഈ താഴെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവരുടെ ഇടയിൽ എന്താണ് അതൊന്നും നമ്മുടെ അടുത്ത് എത്തിയാൽ പോലും അവർക്ക് പിന്നെ അടുത്ത പടം കിട്ടാണ്ടായി പോകും. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അപ്പം അതിനൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ അസോസിയേഷൻസാണ് തീരുമാനം എടുക്കേണ്ടത്. ഫെഫ്റ്റയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ ചേർന്ന് സംയുക്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുത്താൽ, അല്ലാതെ ഞാൻ ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. വരുമായിരിക്കും, അവരൊന്ന് തിങ്ക് ചെയ്യായിരിക്കും നമ്മളത് പറയുമ്പോൾ. പക്ഷേ മാറ്റങ്ങൾ വരണം, ഡെഫിനറ്റ്ലി വരണം. പല കാര്യങ്ങളിലും ഈ വർക്കിംഗ് ടൈമിങ്ങിലാണെങ്കിലും ഒക്കെ കാര്യം ഒരുപാട് ടൈം ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരുപാട്
മനുഷ്യരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വെളുപ്പാങ്കാലത്തൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് വരുമ്പോൾ ലേറ്റ് ആവും. ഇനി ഇവരെന്തിനാണ് ഇത്ര വെളുപ്പാങ്കാലത്ത് വന്നിരിക്കുന്നത്? അപ്പം ആ ഒരു ടൈമിങ് സാധനമൊക്കെ ഒന്ന് മാറ്റി ഒരു അതേപോലെ തന്നെ ഒരു 6 hours ജോലി ആക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരുപാട്, അതായത് രാവിലെ 6 മണിക്ക് വരുന്നവർ രാത്രി 12 മണി 1 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ട് വീണ്ടും പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർക്ക് ആർട്ടിസ്റ്റിന് ഇപ്പം കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ ആദ്യം വണ്ടി കയറി പോകുന്നത് ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞ് ടെക്നീഷ്യൻസും പോകും, ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും അതേ പോകും. പിന്നെ ഈ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് എല്ലാം എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെച്ച് എല്ലാം അഴിച്ചു പെറുക്കി എല്ലാം വെച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും വീണ്ടും 1 മണിക്കൂർ താമസിക്കും. പിന്നെ അവർക്ക് ഉറങ്ങാൻ കിട്ടുന്ന സമയം എപ്പോഴാണ്? അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അസോസിയേഷൻസ് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആക്ഷൻ എടുക്കുന്നതൊന്നും കണ്ടില്ല. ഈ വേജസിൻ്റെ കാര്യം അതുപോലെ തന്നെ WCCയുമായിട്ടുള്ള ഒരു എതിർപ്പ് അതായിരുന്നല്ലോ, ഈക്വൽ വേജസിൻ്റെ പറഞ്ഞുകൊണ്ട്. അതെന്തുകൊണ്ടായിരുന്നു ആ ഒരു എതിർപ്പ് വരാനുണ്ടായ കാരണം? എതിർപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈക്വൽ വേജസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇത് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന പാറ്റേൺ അങ്ങനെയാണ്. നോർമലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരുടെ സാലറി ഫിക്സ് ചെയ്യുന്നത്. അതല്ലാതെ എനിക്ക് ഓക്കെ ഈ സിനിമയിൽ നായകൻ ഇത്രയും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും ഇത്രയും തന്നെ വേണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒരു ഇപ്പം നായകൻ വാങ്ങുന്ന അത്രയും തന്നെ നായിക വാങ്ങണമെങ്കിൽ നായിക അതിനുള്ള രീതിയിലുള്ള മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ബിസിനസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതല്ലാതെ ഈക്വൽ വേജസ് എന്ന് പറയുന്നത് ഇപ്പം ഓക്കെ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഈക്വൽ വേജസ്. പിന്നെ ഈ ഫെഫ്കയിൽ എല്ലാവർക്കും ഒരു ഇത് ഓക്കെ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേജസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ അല്ല, ബാക്കിയുള്ള എല്ലാ തസ്തികയിലുള്ള ആളുകളുടെ എല്ലാം വേജസ് കൃത്യമായിട്ട് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഈ ആക്ടേഴ്സിന് മാത്രമേ ഉള്ളൂ ഈക്വൽ അല്ല എന്ന് പറയാൻ പറ്റുന്നത്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? പലപ്പോഴും ഈ ഒരുപാട് നാളുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് വേജസ് ഇല്ലാതെ. ഇപ്പം ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നതല്ല, രണ്ടാമത്തെ അസിസ്റ്റ് ചെയ്യുന്ന പടമാണെങ്കിൽ പോലും ഒരു പേയ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാലും ആദ്യ സിനിമയ്ക്ക് ചിലപ്പോൾ പേയ്മെന്റ് കിട്ടാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമോ? അതൊക്കെ എഗ്രിമെന്റ്സ് വരണം. പ്രോപ്പർ എഗ്രിമെന്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ട്രെയിനിങ് ആണല്ലോ, അവർക്കും ട്രെയിനിങ് ആണ്. പല സിനിമകളിലും ഇപ്പം ഭയങ്കരമായ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ മൂവിയിൽ തന്നെ നമ്മൾ ഒരു കവല ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ കൊണ്ട് സ്ക്രിപ്റ്റ് മറന്നു വെച്ചിട്ട് പോകുന്നു. എനിക്ക് ആ കവലയിലുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നത്, മറ്റേ ക്യാരക്ടർ ആരാ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാവുന്നത്. അവർ പറഞ്ഞു അവരുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇരിക്കുക. ഇങ്ങനത്തെ അതായത് ഇതേപോലെ ബിഹേവ് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്കും ഒരു ഇതിനൊരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരണം. അതാണ് വേണ്ടത്. ഈ പ്രോപ്പറായിട്ട് ഒരു അതായത് അവരും അതിനൊരു ട്രെയിനിങ് ആയിട്ട് തന്നെ കാണണം. ഓരോ സിനിമ കിട്ടുന്നതിനും ഒരു സിനിമയിൽ അപ്പോൾ ആ ഫസ്റ്റ് സിനിമയിൽ ഇത്രയായിരിക്കും സാലറി അവർ ചെയ്യുന്ന. അവർ ഇത്രയും ദിവസം ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇത്ര ഒരു ഫസ്റ്റ് മൂവിയാണ് ഒരു സ്റ്റൈപ്പൻഡ് പോലെ ഒരു എമൗണ്ട് എന്തെങ്കിലും. അത് കഴിഞ്ഞ് അടുത്ത പടം. നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളൊരു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുമ്പോൾ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്.